ഈ മുംബൈക്ക് ശേഷം ഡൽഹി ലക്ഷ്യമിട്ടോ എന്നൊരു സംശയം. ഒരു ഭീകരാക്രമണ ശ്രമം കൂടി ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതെ, ഡൽഹിയിൽ രണ്ടുപേർ പിടിയിലായിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ 2008 നവംബർ 26 രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു 7-7:30 മണിയോടുകൂടി മുംബൈയിൽ ആക്രമിച്ച ഭീകരാക്രമണം 3 ദിവസം നീണ്ടു നിന്നു. സമാനമായ ഒരു ആക്രമണമാണ് ഡൽഹിയിലും ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ 2 പേർ പിടിയിലായിട്ടുണ്ട്. അതിൽ ഒരാൾ ജാർഖണ്ഡ് സ്വദേശിയാണ്. മറ്റേയാളുടെ ഊരും വിശദാംശങ്ങളും ഒന്നും പുറത്തു വന്നിട്ടില്ല. പേര് മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും സൈന്യവും സംയുക്തമായി നടത്തിയ ഒരു നീക്കത്തിലൂടെയാണ് ഈ 2 പേർ പിടിയിലായത്. വളരെ കൃത്യമായിട്ട് രഹസ്യങ്ങൾ ചോർന്ന് കിട്ടിയതുകൊണ്ട് ഇവരെ വളരെ തന്ത്രപരമായി വലയിലാക്കാൻ നമ്മുടെ ഏജൻസികൾക്ക് സാധിച്ചു. ഇത് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ അൻസറുള്ള മിയ അൻസാരി എന്ന് പറയുന്ന ഒരു പ്രധാനിയാണ് പിടിയിലായിട്ടുള്ളത്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇയാൾ ഒരു പാക് പൗരനാകാനാണ് സാധ്യത. ഇയാൾ നേപ്പാളിൽ നിന്ന് ഖത്തറിലെത്തി. പിന്നീട് അവിടെ വെച്ച് പാക് ISI ഏജന്റുമാരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയി. അതിനുശേഷമാണ് ഇയാൾ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇയാളെ സഹായിക്കാൻ വന്നത് ഒരു ജാർഖണ്ഡ് സ്വദേശിയാണ്. ഈ ജാർഖണ്ഡ് സ്വദേശി ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശിയാണ്. അയാളുടെ പേര് അഖലാഖ് അസം എന്നാണ് അയാളുടെ പേര്. ഈ 2 പേരെക്കുറിച്ചും കൂടുതൽ വിവരങ്ങളോ ഇവരുടെ ചിത്രങ്ങളോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ അൻസറുള്ള മിയ അൻസാരിയും ഈ അഖലാഖ് അസവും പാക് ഹൈക്കമ്മീഷനിലെ നിരവധി ഉദ്യോഗസ്ഥന്മാരെ കണ്ടു. നേരത്തെ ഇവർ 2 ഉദ്യോഗസ്ഥന്മാരെ കണ്ടതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു. അത് ലഭിച്ചതോടുകൂടിയാണ് ഈ 2 പേരെയും കൃത്യമായിട്ട് നിരീക്ഷണത്തിൽ വെച്ചുകൊണ്ട് പിടികൂടിയത്. എന്ന് മാത്രമല്ല, ഇവർ ഈ പറഞ്ഞതുപോലെ പല തന്ത്രപ്രധാന മേഖലകളുടെ ചിത്രം അതിനകത്ത് ഈ പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ്, സുപ്രീം കോടതി, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇതല്ലാത്ത നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ നമ്മുടെ ഡൽഹിയിലുണ്ട്. ഉദാഹരണത്തിന് 3 സേനകളുടെയും ആസ്ഥാനം, അതുമായി ബന്ധപ്പെട്ട രാജ്യ തലസ്ഥാനം തന്നെ. അതെ, വളരെ നിർണായകമായ. മാത്രമല്ല പല വിദേശ രാജ്യങ്ങളുടെ എല്ലാ വിദേശ രാജ്യങ്ങളുടെ എംബസികളുണ്ട്, അവരുടെ തന്ത്രപ്രധാനമായ ഓഫീസുകളുണ്ട്. ഇതൊക്കെയുണ്ട് ഡൽഹിയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഡൽഹിയിൽ ഈ 2 പേർ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി എത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇത് ഒരു പക്ഷേ എനിക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പിടിയിലായ ഹരിയാനയിൽ നിന്നുള്ള ഒരു ചാര വനിത ജ്യോതി മൽഹോത്ര എന്നറിയപ്പെടുന്ന ജ്യോതി റാണി, അവർ ഒരു യൂട്യൂബറാണ്, ബ്ലോഗറാണ്, ട്രാവൽ യൂട്യൂബറൊക്കെയാണ്. അവർ നിരവധി വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അവർക്ക് വളരെ കൃത്യമായിട്ട് ഈ പാക് ചാര സംഘടനയുമായിട്ട് ബന്ധമുണ്ട്. പ്രത്യേകിച്ചും ഈ ന്യൂഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഡാനിഷ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് അവർക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. പാകിസ്ഥാനിയെ തന്നെ വിവാഹം കഴിക്കണം. അത് ഡാനിഷുമായിട്ട് അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് പോലും ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അതിന് സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. മാത്രമല്ല അവർ പാകിസ്ഥാനിൽ പോയി അവിടുത്തെ ISIയുടെ ഒരു പ്രധാനപ്പെട്ട ആളുമായിട്ട് ബന്ധപ്പെടുകയും അയാൾ വഴി മറ്റ് 3 തന്ത്രപ്രധാന ഉദ്യോഗസ്ഥരുമായിട്ട് ISIയുടെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അവരുമായിട്ട് നിരന്തരം ചാറ്റുകൾ വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെയൊക്കെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇവർ അങ്ങോട്ടയച്ച മെസ്സേജുകളും അവരിങ്ങോട്ടയച്ച മെസ്സേജുകളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഡീകോഡ് ചെയ്യാൻ, അത് വളരെ തന്ത്രപരമായിട്ടൊരു കോഡ് ഭാഷയിലാണ് ആ കമ്മ്യൂണിക്കേഷൻ, ആ ആശയവിനിമയം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഡീകോഡ് ചെയ്യാനുള്ള ശ്രമം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അതിനെ സംബന്ധിച്ച് ഇനിയും പുറത്തു വരാനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ജ്യോതി മൽഹോത്രയെ പിടികൂടിയതാണോ ഇവരിലേക്ക് എത്താൻ കാര്യം, ഈ അൻസറുള്ള മിയ അൻസാരിയിലേക്കും അതുപോലെ അഖലാഖ് അസമിലേക്കും എത്താൻ കാര്യം. ഇനി ഈ 2 പേർ പിടിയിലായി എന്നാണ് ഇപ്പോൾ വാർത്ത പുറത്തു വന്നത്. മറ്റാരെങ്കിലും പിടിയിലായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല. അത് നമുക്ക് സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും
വളരെ തന്ത്രപ്രധാനമായ മേഖലകളുടെ ചിത്രങ്ങളടക്കം ഈ രണ്ടുപേരും പകർത്തി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്ന വിവരം. ഈ നമ്മുടെ ജ്യോതി മൽഹോത്രയും ഇതുപോലെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയും വളരെ വളരെ തന്ത്രപ്രധാനമായ അങ്ങേയറ്റം ജാഗ്രതയോടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ മൽഹോത്രയെ ചോദ്യം ചെയ്തായിരുന്നു. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായിട്ടില്ല. അവരിൽ നിന്ന് ഇനി ഒരുപാട് വിവരങ്ങൾ കിട്ടാനുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ വാട്സാപ്പ് ചാറ്റുകളൊക്കെ റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഇനി ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലടക്കം ഇവർ വന്നു. കേരളത്തിൽ നമുക്കറിയാം VSSC, അതുപോലെ തന്നെ നിരവധി, ഇപ്പം ഏഴിമല നേവൽ അക്കാഡമി, ഏഴിമല നേവൽ അക്കാഡമിയുടെ അടുത്ത് വരെ ഇവർ ചെന്നിരുന്നു. അതുപോലെ തന്നെ കൊച്ചിയിൽ നേവൽ ബേസ് ഉണ്ട്. ഇങ്ങനെ കേരളത്തിൽ വളരെ തന്ത്രപ്രധാനമായ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് അവർ ലക്ഷ്യമിട്ടോ എന്ന സംശയം ഏജൻസികൾക്കുണ്ട്, അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ വളരെ കർശനമായ ഒരു അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഈ ഡൽഹിയിൽ നിന്ന് ഈ രണ്ടുപേർ പിടിയിലായതിൻ്റെ പുറകിൽ ഈ ജ്യോതി മൽഹോത്രയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളാണോ എന്നതും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാന മേഖലകൾ ലക്ഷ്യം വെച്ച് ഭീകരർ മാത്രമല്ല ശത്രുരാജ്യവും അത് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. ഏത് നിമിഷവും ഏത് തരത്തിലുള്ള ഒരു ആക്രമണവും നമുക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഔദ്യോഗികമായി തന്നെ. അതായത് ഇനി ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ കനത്ത തിരിച്ചടി നൽകും എന്ന് മുന്നറിയിപ്പ് നമ്മൾ നൽകിയിട്ടുണ്ട്. ഈ താൽക്കാലികമായ വെടിനിർത്തൽ ഇത് തുടരും എന്ന് പറഞ്ഞതിൻ്റെ സാരം ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭീകരാക്രമണം ഒരിക്കലും ഒഴിയത്തില്ല, അവസാനിക്കില്ല. നിരന്തരമായിട്ട് അതിനെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, അതിനെ നേരിടും. അതെ, ലോകത്തിന് തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കും ഇതാണ് പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്നത് എന്നുള്ളത്. വളരെ കൃത്യമായിട്ട്. അത് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്തായാലും ഈ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് നമ്മളോട് വെടിനിർത്തലിന് അപേക്ഷിച്ചത്. നമ്മൾ ആ അപേക്ഷ ചെവിക്കൊണ്ടു, താൽക്കാലികമായിട്ട് വെടിനിർത്തി. ഈ വെടിനിർത്തൽ ഏതുവരെ എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് എപ്പോൾ ആക്രമിക്കോ അപ്പം തിരിച്ചടിക്കും. അത് തീർച്ചയാണ്. അത് ഭീകരാക്രമണമായാലും ശരി, സൈനികാക്രമണമായാലും ശരി, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കൊണ്ട് പാകിസ്ഥാൻ പാഠം പഠിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ ഈ സംഭവിക്കുന്നതെല്ലാം നേരത്തെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രമാണ്. ഉദാഹരണത്തിന് നേരത്തെ അവർ ഈ പറയുന്നത് പോലൊരു ചാര ശൃംഖല ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ജ്യോതി മൽഹോത്രയും മറ്റു ചിലരുമൊക്കെ അതിനകത്ത് പെട്ടു. അങ്ങനെ അവരെ ഉപയോഗിച്ച് വിവരങ്ങൾ പലതും ശേഖരിച്ചു കൊണ്ടിരുന്നു. അത് ഇപ്പോൾ പിടിയിലായി. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ളവരും പിടിയിലാകുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻ നടത്തേണ്ട ആൾക്കാർ, അതുപോലെ സ്ലീപ്പർ സെല്ലുകൾ, ഇതൊക്കെ പതുക്കെ ഈ വല കൃത്യമായിട്ട് കണ്ണികൾ മനസ്സിലാക്കിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വലയിലുള്ള കണ്ണികളെല്ലാം നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ പിടിയിലാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഇപ്പോൾ പിടിയിലാകുന്ന ഇവർ ഒരു ഭീകരാക്രമണത്തിന് സജ്ജരായി അതിന് തയ്യാറെടുത്ത് ഇന്ത്യയിൽ കഴിയുകയായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ തുടരുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും അത് പൊളിക്കാൻ നമുക്ക് സാധിച്ചു. വളരെ കൃത്യമായിട്ട് ഇപ്പോൾ രണ്ടുപേർ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്കിപ്പോൾ അറിയില്ല. വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ അവരെ ചോദ്യം ചെയ്യണം. ഈ അൻസറുള്ള മിയ അൻസാരി ഡൽഹി പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് നേപ്പാളിൽ നിന്ന് ഖത്തറിലേക്ക് പോവുകയും ഖത്തറിൽ നിന്നുമാണ് പിന്നെ അയാൾ പാക് ചാരസംഘടനയിലെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ രണ്ടുപേരുടെ അന്വേഷണം തുടരുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ശൃംഖലയിലേക്ക് പാകിസ്ഥാനിലേക്ക് തന്നെ അത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു വിവരം കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ പാക് ഹൈക്കമ്മീഷനിൽ നിന്ന് നേരത്തെ ഡാനിഷ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ പുറത്താക്കിയിരുന്നു. ഇപ്പോൾ മുസംബിൽ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൂടെ പുറത്താക്കിയതായിട്ടാണ് വിവരം. ഇവരുമായിട്ടൊക്കെ ബന്ധം ഇയാൾക്കുണ്ട് എന്നാണ് കിട്ടുന്ന സൂചന.
ഈ പറയുന്ന അൻസറുള്ള മിയ അൻസാരിയും അതുപോലെ അഖലക് അസമുമായിട്ട് കൃത്യമായിട്ട് ഈ മുസംബിലും ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസംബിലിനെയും രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചത്. അത് അയാളോടും രാജ്യം വിട്ടു പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അയാൾക്കും ഈ പറയുന്നത് പോലെ ഈ നമ്മുടെ ജ്യോതി മൽഹോത്രയുമായിട്ടും ബന്ധമുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഏജൻസികൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുന്നു. ഒരു വലിയ ആക്രമണം നമ്മുടെ രാജ്യ തലസ്ഥാനത്തിന് നേരെ ഉയരാൻ സാധ്യതയുണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് പൊളിക്കാൻ നമുക്ക് സാധിച്ചു.